ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഹായ്, ഇന്ന് നമ്മളെന്താ വന്നിരിക്കുന്നതെന്നല്ലേ, വേറെ ഒന്നുമല്ല, വലിയ ആൾക്ക് സ്കൂൾ സ്റ്റാർട്ടായി കേട്ടോ. ഇന്ന് April 2 ഇന്നോട്ട് സ്റ്റാർട്ടാണ്. ഇനി ഒരു 20 ദിവസത്തേക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആളിനി 3rd സ്റ്റാൻഡേർഡിലോട്ട് പോവുകയാണ്. അപ്പോൾ പുതിയ ക്ലാസ്, പുതിയ ടീച്ചേഴ്സ്, പുതിയ കുട്ടികളൊക്കെ ആയിട്ട് ഇനിയൊരു പുതിയ വർഷം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ 22-ാം തീയതി വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെക്കേഷനാണ് കേട്ടോ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ദെൻ June 8 ക്ലാസ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇനി ആളുടെ വെക്കേഷൻ വരെ ഞങ്ങളിവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെയാണ്. അങ്ങനെ ഒരു 10-15 ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ബാഗൊക്കെ തൂക്കി പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മുടെ സമ്മർ ആയപ്പോഴേക്കും നല്ല വെട്ടം വീണില്ലേ. എന്നും നമ്മൾ പോകുന്ന ആ ഒരു ടൈം തന്നെയാണ്. 6:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ നല്ലപോലെ നേരം വെളുത്തിട്ടുണ്ട്. ആ വിൻ്റർ സമയത്തൊക്കെ നല്ല ഇരുട്ടല്ലേ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ടല്ലോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം വെക്കേഷൻ്റെ ഒരു മൂഡാണ് അല്ലേ. ഇവിടെ പക്ഷേ ഈ ഒരു മന്ത്, ഈ ഒരു ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ടേ ഇനി വെക്കേഷനൊക്കെ ആവത്തുള്ളൂ. എന്നത്തെയും പോലെ ഇന്നും ഞങ്ങൾ തന്നെയാണ് ആദ്യം കേട്ടോ. ഇന്നിപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞങ്ങൾ രണ്ടുമാണ് ആദ്യമേ വന്ന് നിൽക്കുന്നത് ബസ് കയറാനായിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു പീരീഡ് കഴിയുമ്പോൾ വിടും, അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഫുൾ ഡേ ക്ലാസ്സാണ്. ആ ക്ലാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പഠിപ്പീര് സ്റ്റാർട്ട് തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിലെന്തായാലും അങ്ങനെയല്ലല്ലോ. ഫസ്റ്റ് ഡേ ഒരു 1 വീക്ക് വരെ നമുക്ക് നല്ല സുഖം, അടിപൊളി പരിപാടിയാണ്. സ്കൂളിൽ പോകുന്നതേ ഒരു രസമായിരിക്കും. പഠിപ്പീരൊന്നും കാണില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. കോമൺ ബേസിക് കാര്യങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരിക്കത്തില്ല. ഇന്ന് തന്നെ വേണേൽ പഠിപ്പീര് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടല്ലേ. പുതിയ ക്ലാസ്സാണ്. അതായത് ആൾ കഴിഞ്ഞ വർഷം വരെ 2nd E ആയിരുന്നു. ഈ പ്രാവശ്യം 3rd Bയിലോട്ടായിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ കുട്ടികളും എല്ലാവരും ഒന്ന് ചേഞ്ച് ആയതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട് കേട്ടോ. കാരണം ഫ്രണ്ട്സായിട്ടുള്ളവരാരും ഇല്ല, ആളുടെ ഗ്യാങ്ങിൽപ്പെട്ടതാരും ഇല്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് ചെല്ലുമ്പോൾ അറിയാം. കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ വേറെ വേറെ ക്ലാസ്സുകളിലോട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ചെല്ലുമ്പോൾ അറിയാം പുതിയ ക്ലാസ്സും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ എങ്ങനെയുണ്ട്, ഇന്ന് പഠിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ. എനിക്ക് ഒരു ചെറിയൊരു ടെൻഷനുണ്ട് കേട്ടോ. അല്ലാതെ ആളാ ഒക്കെയാണ്, എവിടെയാണേലും ഞാൻ ഓക്കെ. ഈ വീണടം വിഷ്ണുലോകം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആൾ കേട്ടോ. വലിയ പ്രയാസവും കാര്യങ്ങളും ഇല്ല, ചെറിയൊരു ടെൻഷൻ മാത്രം ഉള്ളൊരു കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എവിടെ പോയാലും ആളുടേതായ സ്പേസ് കണ്ടുപിടിച്ച് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. എൻ്റെ കൊച്ചാളാണെ അങ്ങനെയല്ല, പക്ഷേ അവൾ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വേറെ എന്താണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ബസ്സൊക്കെ വന്നു, എല്ലാവരും കയറി പോയിട്ടുണ്ട്. അങ്ങനെ പുതിയൊരു അക്കാഡമിക് ഇയറൂടെ സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ വീഡിയോയും ചാനൽസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.